നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ CPM-ലേക്ക് കെട്ടിപ്പിടിച്ചാനയിച്ച് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കിൽ ഒന്ന് വി.ഡി. സതീശനാണെന്ന് വലിയ ഒരു ട്രോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വലതുപക്ഷ നേതാക്കൾ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു ട്രോള് വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും കയറിയിരിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് വി.ഡി. സതീശനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ട്രോള് വരുന്നത്. പിണറായി വിജയന്റെ അടിമയായി മാറിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പിണറായി എന്നുള്ള നില വേണ്ട, പ്രതിപക്ഷ നേതാവ് മതി എന്നുള്ളതും വി.ഡി. സതീശനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യവുമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കളം മുഴുവൻ വി.ഡി. സതീശന് എതിരാകുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കെ ഇപ്പോൾ വി.ഡി. സതീശന് തലങ്ങും വിലങ്ങും സ്വന്തം കൂട്ടത്തിൽ നിന്ന് അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും ഭേദം ഈ രാഷ്ട്രീയ പണിയങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തലയിൽ കൈവച്ച് കരയുന്ന അവസ്ഥയിലേക്ക് വി.ഡി. സതീശനും എത്തിയിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി വലിയ രീതിയിൽ പാർട്ടിയിൽ വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് മുൻപിൽ വി.ഡി. സതീശന്റെ നിരവധി പരാതികളാണ് നേതാക്കൾ എല്ലാവരും ഉയർത്തിയിരിക്കുന്നതും. അതായത് പൂർണ്ണമായും വി.ഡിയെ വെട്ടിയൊതുക്കുന്ന ഒരു നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇനി വി.ഡി. സതീശന് മുൻപിലുള്ള ഒരേ ഒരു വഴി CPM-ൽ പോയി ചേക്കേറുക എന്നുള്ളതാണെന്ന് ആക്ഷേപം വരുന്നത്. കാരണം പിണറായി വിജയന്റെ കാല് നക്കി നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴുള്ളത്. സർക്കാരിനെതിരെയുള്ള പല അഴിമതികൾ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊട്ടിത്തെറികൾ, ഈ വിഷയത്തിലൊന്നും പിണറായി വിജയനെ അടിച്ചിടുന്ന ഒരു വാക്ക് പോലും പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. മാത്രമല്ല ഈ വിഷയങ്ങളിലെല്ലാം കേരളത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും പിണറായി പോലീസിന്റെ തല്ലുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധത്തിനിടയിൽ. എന്നിട്ടും ഒരക്ഷരം ഈ പിണറായിക്കെതിരെ പറയാൻ വി.ഡി. സതീശൻ തയ്യാറല്ല. അതിന്റെ കാരണം എന്താണ്? വി.ഡി. സതീശൻ പിണറായിയെ ഭയക്കുന്നു, അല്ലെങ്കിൽ പിണറായിയുമായുള്ള ചങ്ങാത്തം വി.ഡി. സതീശൻ ഇഷ്ടപ്പെടുന്നു. ഈ തരത്തിലാണ് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് വിമർശനം വി.ഡി. സതീശന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രതിപക്ഷ കസേരയിൽ കയറിയിരിക്കാതെ നേരെ അങ്ങ് പോയി CPM-ന്റെ കൂട്ടിൽ ചേക്കേറിക്കൊള്ളൂ എന്നും വേണമെങ്കിൽ വരുംകാലത്ത് ഒരു മന്ത്രി കസേരയൊക്കെ കിട്ടും എന്നുള്ള പരിഹാസവും വരുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൽ KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ച് ചളുക്കുന്ന ഒരു നിലപാടാണ് പിണറായി പോലീസ് പുറത്തെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്കായിരുന്നല്ലോ ഒരു വലിയ പൊട്ടിത്തെറി. അതായത് പോലീസ് കസ്റ്റഡിയിൽ സുജിത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവം. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ സർക്കാരും വലതുപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ഓണാഘോഷ പരിപാടിയിൽ പിണറായി വിജയന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി സദ്യ കഴിക്കുകയും ചിരിച്ച് വർത്തമാനം പറയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പിണറായി വിജയനെയും വി.ഡി. സതീശനെയും കണ്ടിട്ട് വലതുപക്ഷം തന്നെ ഞെട്ടിപ്പോയി. ഇപ്പോൾ പിണറായിയുടെ കൂടെയാണോ വി.ഡി. സതീശൻ, അതോ പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം. നിയമസഭയിൽ പോലും സർക്കാരിനെതിരെ ഒന്ന് ശക്തമായി പ്രതികരിക്കാൻ വി.ഡി. സതീശന് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വി.ഡി. സതീശൻ ഇപ്പോൾ പിണറായിയുടെ കൈവെള്ളയിലായിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ച് ചാടിക്കളിക്കുകയാണ് വി.ഡി. സതീശന്റെ ഒരേ ഒരു പണിയെന്നും വലിയ രീതിയിൽ പരിഹാസം ശക്തമാകുന്നു. വി.ഡി. സതീശന് സ്വന്തം പാളയത്തിൽ പടയൊരുങ്ങുന്നുണ്ട്. ഹൈക്കമാൻഡുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച കഴിഞ്ഞതോടുകൂടി കേരളത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിലും K. സുധാകരനും ഉൾപ്പെടെയുള്ള എല്ലാവരും വി.ഡി. സതീശനെതിരെയുള്ള വലിയ പരാതികളാണ് ഹൈക്കമാൻഡിന് മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വി.ഡി. സതീശനെ അടിച്ചൊതുക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഷാഫി ചില വഴിമരുന്നുകൾ ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. തിണ്ണമിടുക്ക് വി.ഡി. സതീശൻ കയ്യിൽ വെച്ചാൽ മതി. പാർട്ടി പറയുന്നത് അനുസരിക്കാമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. പ്രതിപക്ഷ നേതാവിനെ ചവിട്ടി കൂട്ടുകയാണ്. സതീശനെതിരെ വാളെടുത്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം പാർട്ടിക്കെതിരാകുന്നുവെന്ന് കൂട്ടായ പരാതിയാണ് ഹൈക്കമാൻഡിലെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വെട്ടിപ്പുറത്തിടാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങുന്നുണ്ട്. സതീശന്റെ പല്ല് പറിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലും.
പ്രതിപക്ഷ നേതാവിനെതിരായ കരുനീക്കങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ അത് മനസ്സിലാക്കിയ ആകട്ടെ എങ്ങനെയെങ്കിലും ജനപിന്തുണ ഉണ്ടാക്കിയെടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആളാകാനുള്ള ശ്രമം നടത്തുകയാണ്, ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. പക്ഷേ അവിടെയും ജനങ്ങൾ വി.ഡി. സതീശനെതിരായി മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരനും വി.ഡി. സതീശൻ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം കത്തിച്ചുവിട്ടതിൽ വി.ഡി. സതീശന് പങ്കുണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിലെ അണികളും അതുപോലെ തന്നെ നേതാക്കളും വിശ്വസിക്കുന്നത്. ഇതുകൂടാതെ വി.ഡി. സതീശന്റെ കിളി പാറിച്ചുകൊണ്ടാണ് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ ആകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തന്നെയാണ്. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വി.ഡി. സതീശന് കൃത്യമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി കസേര നോക്കി പാഞ്ഞ സതീശൻ ഇപ്പോൾ കിതയ്ക്കുകയാണ്. സമനില തെറ്റി വി.ഡി. സതീശൻ പൊട്ടിക്കരച്ചിലും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പരിഹാസങ്ങൾ വരുന്നത്. KPCCയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ഹൈക്കമാൻഡ് ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുന്നത്. അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് സതീശനോട് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീശന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. KPCC പരിപാടികൾ വി.ഡി. സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് തോന്നിയതുപോലെ വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിവെച്ചേക്കാൻ, മുകളിൽ നിന്ന് വരുന്ന ഉത്തരവിനനുസരിച്ച് പ്രതികരിച്ചാൽ മതി, പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും സതീശൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തിരിച്ചും സതീശനെതിരെ വലിയ പരാതികളാണ് അങ്ങ് മേൽത്തട്ടിലേക്ക് അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇതോടെയാണ് സതീശന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തുലാസിലായിരിക്കുന്നു എന്നുള്ള ചർച്ചകൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്ത സതീശന്റെ രീതി പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പച്ചയ്ക്ക് വിമർശനം ഉയരുന്നുണ്ട്. അധികാര വടംവലി നടത്തി പാർട്ടിയെ അപമാനിക്കുകയാണ് സതീശൻ ചെയ്യുന്നതെന്നും വിമർശനമുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരുടെ കാലുവാരി പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയത് പ്രതിപക്ഷ നേതാവാണെന്നും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. സ്വയം കുഴി തോണ്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സതീശൻ ചെയ്തത്. സകലമാന അണികളും സതീശനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കസേര പോയിട്ട് ഇനി ഒരു MLA കസേരയിൽ പോലും സതീശനെ ഇരുത്തില്ല എന്ന് അണികൾ തുറന്നടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെണ്ണ് കേസിൽ കുടുക്കി തീർക്കാൻ നോക്കിയത് സതീശൻ തന്നെയാണ് എന്ന് അണികൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോഴും വി.ഡി. സതീശന് നേരെ വലിയ തെറിവിളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്കച്ചൻ പരിഹാസം ഇതുവരെ കെട്ടടങ്ങിയിട്ടുമില്ല. അങ്ങനെയിരിക്കെയാണ് കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകുക കെ.സി. വേണുഗോപാലോ എന്നുള്ള ഒരു ചർച്ചയും സജീവമാകുന്നത്. ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാക്കുന്നതാണ് ഡൽഹിയിൽ നടന്ന ചർച്ചയും. മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പുകഞ്ഞു പുറത്തേക്ക് വരുന്നത് കെ.സിയുടെ പേരാണ്. ഇത് സതീശനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. കളി ആ വഴിക്ക് പോകുകയാണെങ്കിൽ സതീശൻ കൂട്ടത്തോടെ കാലുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണം ഇടതിന് പോയാലും സാരമില്ല, മുഖ്യമന്ത്രി കസേരയിലേക്ക് കെ.സിയോ മറ്റാരും വരരുത്. സതീശൻ സർവ്വതും മുടിപ്പിക്കാൻ ഇറങ്ങിയാൽ പിന്നെ വെച്ചുവാഴിക്കില്ലെന്ന് കട്ടായം ഷാഫി രാഹുൽ ഗ്രൂപ്പുകളും തുറന്നടിക്കുന്നു. സതീശനെ ചവിട്ടിപ്പുറത്താക്കാൻ ഒരു പഴുതു നോക്കിയിരിക്കുകയാണ് പല നേതാക്കന്മാരുടെയും സൈബർ ഗ്രൂപ്പുകൾ. തക്കം കിട്ടിയാൽ അവർ പണി വെടിപ്പായി ചെയ്യും. ഏതായാലും സതീശന്റെ കാര്യം അത് കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ വേണമെങ്കിലും വീഴാം. ഇങ്ങനെ പല പണികൾ നാല് വഴിക്കൂടെയും വി.ഡി. സതീശന് നേരെ ഉയർന്നു നിൽക്കുകയാണ്. ഇതിനെയെല്ലാം വി.ഡി. എങ്ങനെ നേരിടും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതിനിടയിലാണ് മറ്റൊരു വഴിക്കൂടെ വി.ഡി. സതീശൻ CPMലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകളും ട്രോളുകളും ഒക്കെ വരുന്നത്. കാരണം പ്രതിപക്ഷത്തുള്ള നേതാക്കളോടുള്ള കൂറിനേക്കാൾ വി.ഡി. സതീശന് പിണറായി വിജയനോടാണ് കൂറുള്ളത് എന്നുള്ള തരത്തിലാണ് വിമർശനങ്ങളൊക്കെ വരുന്നത്. പിണറായിയെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും വി.ഡി. സതീശൻ തയ്യാറല്ല. പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ സമയമില്ലെങ്കിലും പിണറായി വിജയൻ എന്തെങ്കിലും പരിപാടി നടത്തി അതിലേക്ക് ക്ഷണിച്ചാൽ ഓടിപ്പോകാൻ കാത്തിരിക്കുകയാണ്. ഈ വ്യഗ്രത കണ്ടിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ഇനിയിപ്പോൾ വി.ഡി. ഇടതുപക്ഷത്തേക്ക് ചായുകയാണോ എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.